അവിടെ ഓ പിന്നെ വയ്യ കൂടെ പോലെ ആരും ഓ പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ഇമേജാ. കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവ് പിടിച്ചപ്പോഴും സീൻ 59 എടുക്കുന്നത് കേരള ലൈവിലെ. ഓക്കെ, ഈ സീൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഗുണ്ടകളായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഈ കുട്ടിയെ, നമ്മൾ അർച്ചന എന്ന് പറയുന്ന കുട്ടി, ഇത് ചിത്ര, ഇവര് കേരള ലൈവ് എന്ന് പറയുന്ന ഇവരുടെ ഓൺലൈൻ ചാനലിൽ നിങ്ങൾക്കെതിരെ ഒരു ന്യൂസ് വരികയും അത് കേരളം മുഴുവൻ ഭയങ്കര വൈറലായി. നമ്മൾ ഏത് സീൻ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സീൻ, അടുത്ത സീൻ നോക്കണം. തൊട്ട് മുമ്പുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളടുത്തേക്ക് ഇവരെല്ലാം വന്നിട്ട് അപ്പൊ ഇതേ കോസ്റ്റ്യൂം തന്നെ വേണേ, നമുക്ക് ഇന്നലെ എടുക്കണം കേട്ടോ. തൊട്ടുമുള്ള സീനല്ലേ നമ്മളെ മാനം പോയടാ, മറ്റോടല്ലേ നമ്മളെ കേരള ലൈവിലെ അർച്ചന, അവിടെ നമുക്കിത് വരും. അപ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ പണി കൊടുക്കണം എന്ന് പറഞ്ഞ് വരുന്ന ഇതേ കോസ്റ്റ്യൂം. ഓക്കെ, ഈ പ്രശ്നത്തിൽ ഉണ്ടാവുന്ന ഇതാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോയതാണ്. പക്ഷെ ഈ പ്രശ്നം വന്നതോടെ നിങ്ങൾ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നു. അപ്പൊ ഇനി പേരിൽ ഒരു പ്രശ്നം വരരുതെന്നും നിലവിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത്, ഭീഷണിപ്പെടുത്താനാണ് വരുന്നത്. അപ്പോൾ ബായ് അദ്ദേഹമായിട്ട് ബായാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ബായുടെ കൂടെ ഇതിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഇവരൊക്കെ. നിങ്ങൾ സൈഡിൽ വരുന്നത് ഇവരാണ് ഇതിന്റെ ചീഫ്, നിങ്ങൾ ഇതിന്റെ റിപ്പോർട്ടർ. നിങ്ങളാണ് ശരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷെ നിങ്ങളുടെ ദേഷ്യം മുഴുവൻ ഇവരോടാണ്. ആക്ച്വലി അർച്ചനയല്ല, ചിത്രയാണ് അത് ചെയ്തത്. പക്ഷെ അർച്ചനയാണ് അത് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ സംഭവം. അപ്പോൾ അർച്ചന വെച്ചും എന്ത് വേണം, ആരാ നിങ്ങളൊക്കെ എന്ന് വെച്ചു. അപ്പോൾ അതെ, നിങ്ങളെ സൈഡ് പറഞ്ഞു, നീ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നിന്റെ ചാനലിൽ കുറേ തവണ എൻ്റെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്, പേര് അജയകുമാർ. അപ്പോൾ അർച്ചന പറയും, അജയകുമാർ, ഇപ്പൊ മനസ്സിലായി പറഞ്ഞോ നിങ്ങളുടെ. ഇപ്പൊ മനസ്സിലായി. കേരളത്തിലെ അവയവ മാഫിയയുടെയും കഞ്ചാവ് മാഫിയ ചീഫുമാരിൽ മോളെ ഇതല്ലേ ഈ കൈ നമ്മളിത് കാണണമെങ്കിൽ നമ്മളത് ഷോട്ടൊക്കെ ആകുമ്പോൾ എടാ അവിടെ കൈ ഇപ്പൊ മനസ്സിലായി. കേരളത്തിലെ അവയവ മാഫിയയുടെ കഞ്ചാവ് മാഫിയയുടെയും ഒരു ഉമ്മ കൊടുക്കും. കഞ്ചാവ് തന്നെയാ പണി. പിന്നെ മുമ്പ് എനിക്കൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ സമരം ചെയ്ത് പൂട്ടിച്ചു. അപ്പൊ ഷംസുഭായി പറയും, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊരു ആശുപത്രി ഉണ്ടാക്കി. തൊഴിലാളികൾക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് അവർ സമരം നടത്തി, അതും പൂട്ടിച്ചു. ഒന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി, ഇവരൊക്കെ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, അഭി പറഞ്ഞു, നിങ്ങളെ മൂന്നാംകിട ചാനൽ കേരളത്തിൽ അവയവ മാഫിയക്കുറിച്ച് ഒരു ന്യൂസ് പടച്ചു വിട്ടത് കണ്ട് മര്യാദയ്ക്ക് ഇന്ന് ഇപ്പോൾ ആ വീഡിയോയും വാർത്തയും ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നീയൊന്ന് സമാധാനം ജീവിക്കും കേട്ടോ. ബായി പറഞ്ഞു. അതുകൊണ്ട് ഈ ഭീഷണി തന്നെ, നിന്റെ ഈ മൂന്നാംകിട ചാനൽ എന്ത് എഴുതി വിട്ടാലും ഒരു അന്വേഷണം ഞങ്ങൾക്കെതിരെ വരാൻ പോകുന്നില്ല. അപ്പം ഇപ്പം പറഞ്ഞു, പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇവരുടെ ഇമേജ് മോശമാകും. പക്ഷെ ജനങ്ങൾക്കിടയിൽ ഇവരുടെയൊക്കെ ഇമേജ് മോശമാകും. കുറച്ച് വെറുതെ കൊടുത്തേ, അവരൊക്കെ ഇങ്ങനെ ദഹിപ്പിക്കുന്നൊരു നോട്ടോ. താഴേക്ക് നോക്കി ഇങ്ങനെ മുകളിൽ ഞാനൊരു അർത്ഥ കൊടുത്തു. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ അർച്ചന, പിന്നെ ജനങ്ങൾക്കിടയിൽ ഭയങ്കര ഇമേജാ. നിങ്ങളുടെ സ്വന്തം ലോറി കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവ് പിടിച്ചപ്പോൾ അപകടം പറ്റി വരുന്നവരുടെ ബ്രിക്ക് അടിച്ചു മാറ്റിയ വാർത്ത വന്നപ്പോഴും ജനങ്ങളുടെ സ്നേഹം നേരിൽ കണ്ടതാണല്ലോ. അതെ, അപ്പൊ പറയും, അതെ, ആശുപത്രിയിൽ വെച്ച് ഓപ്പറേഷൻ ഇടയിൽ അങ്ങനെ മുമ്പ് പല കഥകളും വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ പഴയ കഥകളും പുതിയ കഥകളും ചേർത്ത് നീ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ടായിരിക്കും. അതപ്പം ഞങ്ങൾക്ക് വേണ്ട. അർച്ചന, 30 ലക്ഷം പേരാണ് ആ വീഡിയോ ഇതുവരെ കണ്ടത്. നിങ്ങളുടെ ഓർത്ത് 30 ലക്ഷം പേരാണ് ആ വീഡിയോ ഇതുവരെ കണ്ടത്. എത്രയോ ലക്ഷക്കണക്കിന് ഷെയർ വന്നു. ഇനിയിപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇറങ്ങി പോണം മിസ്റ്റർ. പേരാണ് ആ വീഡിയോ, 30 ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടത്. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഷെയറും കൊടുത്തു. ഇനിയിപ്പോ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങി പോണം മിസ്റ്റർ. ഇതൊരു പിന്നെ ഓർത്തോ, ഇതൊരു തുടക്കമാണ്. നിങ്ങളുടെ ഡയലോഗിന് പിന്നെ ഓർത്തോ, ഇതൊരു തുടക്കമാണ്. ഈ വീഡിയോ ഞങ്ങൾ CBIക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കേരളവും കേന്ദ്രവും ഒന്നിച്ച് അന്വേഷിക്കും. നിന്നെയൊക്കെ ഞങ്ങൾ നോക്കിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതെ, എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ആള്. ഇനി എനിക്കെതിരെ നീയൊക്കെ ഒരു വീഡിയോ കൂടി ചെയ്താൽ അന്ന് നിന്റെ കൊലമുടി അടിയിലൊക്കെ നടത്തും. അപ്പം അഭി പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് സംസാരമല്ല പ്രവൃത്തിയുള്ളൂ കേട്ടോ. നിന്റെ കാര്യം ഒടുങ്ങാനായി.
വാടാ. ഈ അവസാനം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. പറഞ്ഞോ. ഇതൊരു നല്ല സീരിയസ് ആണ്. ഒന്നുകൂടെ സീരിയസ്. ഇതൊരു തുടക്കാണ്. ഇനി ഞങ്ങൾ CBI തുടക്കാണ്. ഇതൊരു തുടക്കാണ്. ഈ വീഡിയോ ഞങ്ങൾ CBIക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ പെരുമാളെ കണ്ടിട്ട് അർച്ചന ഇങ്ങോട്ട് വന്നത്. ഓ നിങ്ങൾ പറഞ്ഞിട്ട് ഔട്ട്. സൂപ്പർ. മുമ്പോട്ട് വരില്ലെങ്കിൽ ഔട്ടായി പോകും. കൈ ദിവസം താത്തി പറയും. ഓക്കെ റിയാക്ഷൻ പറയേ. പക്ഷെ അവരെയൊക്കെ ഞങ്ങൾ തല്ലി ഒതുക്കിയിട്ടുണ്ട്. ആക്ഷൻ. ഒരാൾ പോട്. ചിരിച്ചിട്ട് ഹലോ സീറ്റ് പൊതിക്കല്ല പറഞ്ഞോണ്ടിരുന്നോ? 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 12 മണിയെ. കുറച്ചുകൂടി ഇങ്ങോട്ട് ആ നല്ല പാർട്ടിയാണ്. ഒന്ന് മുകളിലേക്ക് ചിരിച്ചോ? മുകളിലേക്ക് നോക്കിയാണ്. ആ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. അത് കേൾക്ക്. ഒരു ഉമ്മൊക്കെ കൊടുക്ക്. ഒന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കും. അവിടെ നിന്ന് ഇങ്ങനെ എടുത്തോ. ഫോണിന്റെ ബാക്ക് ഐഫോണല്ലേ, ബാക്ക് കാണിക്കുന്നു. ശരി. അതിൻ്റെ